നന്നായി വരക്കാൻ കഴിവുള്ള ആർക്കിടെക്ചർ മേഖലയിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തുകൊണ്ട് നാറ്റയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നാറ്റ 2025 നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ഫെബ്രുവരി 3 മുതൽ അപേക്ഷ ആരംഭിക്കുന്നതാണ്. മാർച്ച് 1 മുതൽ ജൂൺ മാസം വരെ വിവിധ വീക്കെൻഡുകളിൽ, അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ശനിയാഴ്ചകളിലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. ഇങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷവും എല്ലാ ശനിയാഴ്ചകളിലും മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ 2 സെഷനുകളിലും എക്സാം വിൻഡോ അവൈലബിൾ ആണ്. അവർക്ക് ഓഫ്ലൈൻ ആയിക്കൊണ്ട് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. 2019 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ നാറ്റയ്ക്ക് കൊമേഴ്സ് മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾ കൂടെ എഴുതാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം കോവിഡിൻ്റെ ആ ഒരു സമയം 2022 കാലയളവിലൊക്കെ ആയിട്ട് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നാറ്റ എന്ന് പറയുന്ന പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി ആയിട്ടുള്ളത്. അതിൽ തന്നെ കോവിഡിൻ്റെ സമയത്ത് നാറ്റ പരീക്ഷയിൽ ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഒഴിവാക്കിയിരുന്നു. പോസ്റ്റ് കോവിഡ് 2024 കഴിഞ്ഞ വർഷം മുതൽ നാറ്റ വീണ്ടും ഡ്രോയിങ് പാർട്ട് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് +2 അല്ലാത്ത കുട്ടികളാണെങ്കിൽ കൂടെ, ഹൈസ്കൂൾ ലെവലിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ കൂടെ ഈ വീഡിയോ കണ്ടിരിക്കണം. ഡ്രോയിങ് ഒക്കെ ഇഷ്ടമുള്ള, ആർക്കിടെക്ചർ മേഖലയൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഭാവിയിൽ തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ആർക്കിടെക്ചർ BArch മേഖല എന്നുള്ളത്. ഇനി നാറ്റയുടെ സ്കോർ പരിഗണിക്കുന്ന സ്ഥാപനങ്ങൾ COAക്ക് കീഴിലുള്ള കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം BArch പ്രോഗ്രാമിലേക്കുള്ള ആദ്യ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആയിക്കൊണ്ട് നാറ്റയുടെ സ്കോറാണ് പരിഗണിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിന് ശേഷം 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം, അത് മാത്തമാറ്റിക്സോട് കൂടെ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന പ്രോഗ്രാമിൽ എക്സാമിനേഷന് അപ്പിയർ ചെയ്യാവുന്നതാണ്. അതിൽ +1 ഇപ്പോൾ +1 കഴിഞ്ഞ് +2 കടക്കുന്ന കുട്ടികൾക്ക് കൂടെ നാറ്റയുടെ എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അതിൽ +1 എക്സാം എഴുതുന്ന കൂട്ടത്തിൽ തന്നെ +2 അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നാറ്റയുടെ സ്കോർ എക്സാം എഴുതി അതിൽ കിട്ടുന്ന സ്കോർ വെച്ചുകൊണ്ട് 2 വർഷമാണ് നാറ്റയുടെ സ്കോർ പരിഗണിക്കുന്നത്, വാലിഡിറ്റി ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ +1 പഠിക്കുന്ന കുട്ടികൾക്ക് നാറ്റ എഴുതാം. അതിൽ നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ അവർക്ക് +2 കഴിഞ്ഞ ഉടനെ തന്നെ +1 എഴുതിയിട്ടുള്ള നാറ്റയുടെ സ്കോർ ഉപയോഗിച്ചുകൊണ്ട് BArchൽ അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണുള്ളത്. 2 പാർട്ടുകളായിട്ടുള്ളത്. പാർട്ട് A എന്ന് പറയുന്നത് ഡ്രോയിങ് ആൻഡ് കോമ്പോസിഷൻ ടെസ്റ്റ് ഓഫ്ലൈൻ മോഡിലാണ് നടക്കുന്നത്. ടെസ്റ്റ് ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ്. 80 മാർക്സിലാണ് പാർട്ട് A വരുന്നത്. ഇനി പാർട്ട് Aയിൽ തന്നെ 3 ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A1 എന്ന് പറയുന്നത് ഒറ്റ ക്വസ്റ്റ്യൻ. പാർട്ട് Aയിൽ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ആൻഡ് കളർ 25 മാർക്സിനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 25 മാർക്സ് ആണ്. A3 എന്ന് പറയുന്ന തേർഡ് ക്വസ്റ്റ്യൻ 1 ക്വസ്റ്റ്യൻ ആണ് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. 3D കോമ്പോസിഷൻ 30 മാർക്സ്. ഇങ്ങനെ ടോട്ടൽ 80 മാർക്സിനാണ് പാർട്ട് Aയിലെ 3 ചോദ്യങ്ങൾ വരുന്നത്. ഇനി പാർട്ട് Bയിൽ നോക്കുകയാണെങ്കിൽ 2 ഭാഗങ്ങളായിട്ടുള്ളത്. B1 എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ 42 ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പും B2ൽ 8 ചോദ്യങ്ങൾ NCQ ടൈപ്പും, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ടോട്ടൽ 200 മാർക്കിലാണ് പാർട്ട് A ആൻഡ് B ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ വളരെ രസകരമായിട്ടാണ് നാറ്റയുടെ ചോദ്യപേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കാണിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇപ്പോൾ ഇതിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല GK റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. കുട്ടിയുടെ മൊത്തത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ കഴിയുന്ന ന്യൂമറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു നമ്പർ സീരീസ് നൽകിക്കൊണ്ട് 5, 20, 24, 6, 2, 8 ഇങ്ങനെയുള്ളൊരു നമ്പർ സീരീസിലെ അടുത്ത സംഖ്യ ഏതാണ് എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ റോമൻ നമ്പറിൽ എങ്ങനെ എഴുതാം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ള ചോദ്യം, വാട്ട് ഈസ് എ റൂം കണക്റ്റഡ് അനദർ റൂം കോൾഡ് എന്ന് പറയുന്ന ആർക്കിടെക്ചർ മേഖലയിൽ താല്പര്യമുണ്ടോ കുട്ടിക്ക്, എത്രമാത്രം സ്കിൽഡ് ആണ് എന്ന് അറിയാവുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ബാങ്കറ്റ് ഹാൾ ഇൻ എ ഹോട്ടൽ, ഒരു ഹോട്ടലിലെ ബാങ്കറ്റ് ഹാളിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചോളൂ, ക്രിയേറ്റ് എ കോമ്പോസിഷൻ ഓഫ് 4 മൊബൈൽ ഫോൺസ്, 4 മാച്ച് ബോക്സസ് ആൻഡ് 4 നെയിൽ പോളിഷ് ബോട്ടിൽസ്. അതായത് പ്രാക്ടിക്കലായിട്ട് കുട്ടി ഒരു കോമ്പോസിഷൻ മോഡൽ ഉണ്ടാക്കണം. അതിൽ 4 മൊബൈൽ ഫോൺസ്, 4 മാച്ച് ബോക്സുകൾ, 4 നെയിൽ പോളിഷ് ബോട്ടിലുകൾ ഉണ്ട്. ഷോ ദ എഫക്ട്സ് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഷാഡോ. ഇതിൻ്റെ എഫക്ട്സ് ഓഫ് ലൈറ്റ്സും ഷാഡോ എങ്ങനെയാണ് വരിക എന്നുള്ളത് കുട്ടി ചിത്രീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നാറ്റ എക്സാമിനേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും ആർക്കിടെക്ചർ മേഖല ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. BArch എന്ന് പറയുന്ന മേഖല തീർച്ചയായിട്ടും ഒട്ടനവധി സാധ്യതകൾ
ഒളിഞ്ഞു കിടക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ്. BARC കഴിഞ്ഞ് MARCലേക്ക് ഇപ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഇന്ത്യയിലെ ഒട്ടനവധി IIT-കളിലൊക്കെ ഈ പറയുന്ന BARC പ്രോഗ്രാമുകൾ, IIT-കളിലും NIT-കളിലൊക്കെ BARC പ്രോഗ്രാമുകളുണ്ട്. നാറ്റ എന്ന് പറയുന്ന പരീക്ഷയാണ് നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷ. നാറ്റ വഴി മാത്രമല്ല BARC-ലേക്കുള്ള പ്രവേശനം ഉള്ളത്, പക്ഷെ നാറ്റ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി പരീക്ഷയുടെ അപ്ഡേറ്റ്സുമായിട്ടും നമ്മുടെ എക്സാം ബൈ ലേണിംഗ് യൂട്യൂബ് ചാനലുകളിലും നമ്മുടെ കരിയർ അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റികളിലും മെസ്സേജ് ലഭിക്കുന്നതാണ്. താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലൊക്കെയുള്ള നമ്പർ വഴി നിങ്ങൾക്ക് കരിയർ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ കരിയർ കണക്ട് എന്നുള്ള പേരിൽ ഓരോ ദിവസവും വ്യത്യസ്ത കരിയർ സംശയങ്ങൾക്കുള്ള മറുപടികളായിട്ട് വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിലും മാത്സിലും ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. ആ പ്രോഗ്രാമിലും നിങ്ങളുടെ മക്കൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ്സ് ആയിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.